ശരിയുണ്ടല്ലോ. പരിമൃദു കോമളധരണി തന്മീതേ ഹരിതവർണ്ണോജ്ജല ലതകളിലാകെ മണമൂലും സൂര്യങ്ങൾ അഴകോടെ ചാർത്തും അഖില ലോകേശ്വര കൈത്തൊഴാം ഞങ്ങളീ കൂപ്പുകൈ മുട്ടുകളാലേ മംഗളഗാനങ്ങൾ അർച്ചന ചെയ്കേ മതികവരും ആനന്ദം നിറയ്ക്കണേ ദേവാ മനതാരിലെന്നെന്നും മംഗളരൂപ പരിമൃദു കോമള ധരണി തന്മീതേ ഹരിതവർണ്ണോജ്ജല ലതകളിലാകെ മണമൂലും സൂനങ്ങൾ അഴകോടെ ചാർത്തും അഖില ലോകനാഥ കൈത്തൊഴാം ഞങ്ങൾ. ഒന്നുകൂടി റൗണ്ട് അടിക്കാം. കുറച്ചുകൂടി ചപ്പാത്തികൾ വരും. അങ്ങനെ ഇരിക്കാം. അത് കുറച്ചുകൂടി അറിയാം. അതെ. പ്രിയപ്പെട്ടവരെ, ശ്രീമതി അനിത ജയരാജിൻ്റെ ഞാൻ നനയാൻ കൊതിച്ചൊരു മഴ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പുസ്തക പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ജന്മം കൊണ്ട് തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും കർമ്മമണ്ഡലം മാളയിലാകുകയും ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവൻ മാളയിൽ ചിലവഴിച്ച നമ്മുടെ അനിത ജയരാജിൻ്റെ ആദ്യ സമാഹാരം നമ്മുടെ മുമ്പിൽ ഇവിടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഏകദേശം 32 വർഷക്കാലം ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥയായിരുന്നു ശ്രീമതി അനിത ജയരാജ്. അവരുടെ ഭർത്താവും നമുക്കറിയാം, ജയരാജേട്ടൻ, അദ്ദേഹവും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു. ഒരപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. നമ്മുടെ മാളയ്ക്കടുത്ത കാവനാട് സ്വദേശിയാണ് അനിത ജയരാജ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഒട്ടനവധി പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് അനിത ചേച്ചി. ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവരുടെ കവിതകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒട്ടനവധി കവിതകൾ ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലം കൊറോണ കാലം സാമൂഹിക ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തി. സാമൂഹികമായി സാമ്പത്തികമായിട്ടും ഒട്ടനവധി തിരിച്ചടികൾ എല്ലാ രംഗങ്ങളിലും നേരിട്ടു. ഒട്ടനവധി പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ചില മേഖലകളിൽ അതിന് നേട്ടമുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ചില വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ അടപ്പം കൂട്ടാൻ കഴിഞ്ഞു. ഇതുപോലെ തന്നെ വായന, അതുപോലെ തന്നെ എഴുത്ത്, ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ തന്നെ കൊറോണ കൊണ്ട്
ഒരുപാട് നേട്ടമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സാന്നിധ്യമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ചടങ്ങ്. അനധികാരവകാശപ്പെടുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ കൊറോണ കാലത്തുണ്ടായ ആ സമയം വിനിയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കവിത ഭൂരിഭാഗവും അവർ എഴുതി തീർത്തത്. ഇതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു ചേച്ചി. കോളേജിൽ വെച്ചും പിന്നീട് ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മനസ്സിലെ കവിതകളൊക്കെ തന്നെ അവിടെ തന്നെ തടഞ്ഞു നിർത്തി അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ അത് നല്ല നല്ല അക്ഷരങ്ങളുടെ പവിഴമുത്തുകളായി നമ്മുടെ മുമ്പിൽ പുസ്തക രൂപേണ അനിത ചേച്ചി ഇവിടെ നമുക്ക് മുമ്പിൽ നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. പുസ്തകത്തെപ്പറ്റി കവിയെ പറ്റി തന്നെ വളരെ വിശദമായിട്ട് ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മുരളി മാഷാണ്. മാതൃഭൂമിയുടെ ലേഖകനും മാമ്പ്ര സ്കൂളിലെ പ്രധാന അധ്യാപകനുമായിരുന്ന മുരളി മാഷെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ വിൽസൺ കൂടൂരാണ്. കൂടൂർ വിൽസൺ മാഷ് നമ്മുടെ അറിയപ്പെടുന്നൊരു കവിയാണ്. നമ്മൾ കൂടൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തക പരിചയം നടത്തുന്നത് ആകാശവാണി തൃശ്ശൂർ നിലയത്തിലെ ഉദ്യോഗസ്ഥനായ മുരളി ഭാസ്കർ സാറാണ്. സാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ബിന്ദു ബി സ്റ്റേറ്റ് ലിറ്റ് ഫോറത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എത്തിയിട്ടില്ല, ആ മാഡം ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശോഭന ഗോകുൽനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ശോഭന ചേച്ചി വളരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ യദുകൃഷ്ണൻ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 15ാം വാർഡ് മെമ്പർ ജോഷി കാഞ്ഞുത്ര ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ സജീലത്ത് പൈമ ഇവരും എത്തിയിട്ടില്ല, എങ്കിലും ഇവർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ തന്നെ തിരുവല്ലശ്ശേരി വായനശാലയുടെ സെക്രട്ടറി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ഗ്രന്ഥശാലകത്തിൻ്റെ വായനശാല ഗ്രന്ഥശാലകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ കുട്ടൻചേട്ടൻ, ഗിരിച്ചേട്ടൻ, അതുപോലെ ഷീല ജോസഫ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും വിവിധ മേഖലയിൽപ്പെട്ട ഗോകുൽദാസ് ചേട്ടൻ, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് മുരളി മാഷെ ക്ഷണിക്കുന്നു. ബിന്ദു മാഡം എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു സുഹൃത്ത് സംഗമം തന്നെയാണ്. അനിത ജയരാജുമായി വളരെ അടുപ്പമുള്ള കുറച്ച് പേരുടെ ഒരു സംഗമം തന്നെ. ഇന്ന് നമ്മൾക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ എല്ലാ മേഖലകളിലും, അത് സാമ്പത്തികമായാലും സാഹിത്യ രംഗത്തായാലും മറ്റെല്ലാ മേഖലകളിലും വലിയ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആ പരിക്ക് പലപ്പോഴും ഗുണകരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനിത ജയരാജിൻ്റെ ഈ പ്രഥമ കവിതാ സമാഹാരം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഈ കവിതാ സമാഹാരം യാഥാർത്ഥ്യമായത് എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം ഈ കോവിഡും അതിനോടനുബന്ധിച്ചുണ്ടായ ലോക്ക്ഡൗണും മറ്റുമായിരിക്കുമെന്ന്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അനിതയുടെ മനസ്സിൽ നമ്മൾക്കറിയാം, ആരും എത്ര ശ്രമിച്ചാലും
നമ്മൾക്കൊരു കവിയായി രൂപാന്തരപ്പെടാൻ സാധിക്കില്ല. മറ്റു പല ജോലികളിലും ഏർപ്പെടുന്നവർ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ ട്രെയിനിങ് അവരൊരു വിദഗ്ധ തൊഴിലാളികളായിട്ട് മാറാം. പക്ഷേ സാഹിത്യകാരന്മാർക്കും അതുപോലെ കലാകാരന്മാർക്കും അവർക്ക് ഒരു ജന്മനാ തന്നെ ആ സിദ്ധി ലഭിച്ചിരിക്കും. ആ സിദ്ധി, ആ ടച്ച് ഓഫ് ദ ഗോഡ്സ്, അത് ലഭിച്ചവർക്ക് മാത്രമേ പിന്നീട് സൃഷ്ടികളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകോത്തര സാഹിത്യകാരന്മാരെക്കുറിച്ച് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പല സാഹിത്യകാരന്മാരുടെയും സൃഷ്ടികൾ ആരംഭിച്ചത് വളരെ വൈകിട്ടാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾക്കൊരു കവിതയോ അല്ലെങ്കിൽ മറ്റ് നോവലോ മറ്റൊന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഒരു പ്യൂപ്പാദിശയിൽ നിന്ന് അത് മനസ്സിൽ പാകപ്പെട്ട് അതിൻ്റെ ആ അവസ്ഥാഘട്ടങ്ങളെല്ലാം പൂർത്തിയായി പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മൾ അഭിമാനിക്കാവുന്ന തരത്തിൽ ഏറ്റവും മികച്ച എന്ന് തോന്നുന്ന കുറേ കവിതകളുടെ ഒരു സമാഹാരമാണ് ഇന്ന് പുസ്തക രൂപത്തിൽ നമ്മുടെ മുന്നിലെത്തുന്നത്. ഞാൻ ആ കവിതകളിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല. പക്ഷേ തീക്കുനി സാറ് എഴുതിയ ഒരു അവതാരികയുടെ ആദ്യ വരി തന്നെ വളരെ ആ കവിത എന്താണ്, ആ സമാഹാരം എന്താണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തുന്നതാണ്. ചോരപ്പാടുകൾ സൃഷ്ടിക്കാതെ മുറിവേൽപ്പിക്കുന്നതാണ് അനിതയുടെ കവിതകൾ എന്നാണ് ആദ്യ വരിയിൽ തന്നെ തീക്കുനി സാറ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ അതിലെ കവിതകളുടെ തീക്ഷ്ണതയും അതിൻ്റെ ഉൾക്കാഴ്ചയും നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കവിതയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതിനെക്കുറിച്ച് നമ്മൾക്കറിയാം, ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കവിയാണ് കുടൂർ വിൽസൺ. ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരായിരുന്നു. അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ കവിതയെയും അതുയർത്തുന്ന ചിന്തകളെയും എല്ലാം കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കും. എന്തായാലും ഇത്തരം കവിതാ സമാഹാരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വൈകിയെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അനിതയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഈ ചിന്തകൾ പുസ്തക രൂപത്തിൽ വരാൻ സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും വളരെയധികം സൃഷ്ടികൾ ഉണ്ടാകാനുള്ള സമയം ബാക്കിയിരിക്കുകയാണ്. കവിതകളുടെ ലോകത്തിലേക്ക് നമ്മളും നാളെയും രേഖപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനൊപ്പം ഇനിയും കൂടുതൽ കവിതകൾ എഴുതുവാനും അത് പ്രസിദ്ധീകരിക്കാനും അറിയപ്പെടുന്ന ഒരു കവയത്രിയായിട്ട് മാറാൻ അനിതയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പുസ്തക പരിചയമാണ്. ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നതിന് ആകാശവാണിയിലെ ബഹുമാനപ്പെട്ട ശ്രീ മുരളി ഭാസ്കർ അവർകളെ ക്ഷണിക്കുന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞ രത്നാകര മാഷ്, അധ്യക്ഷനായ വിശിഷ്ട വ്യക്തി മുരളി മാഷ്, പ്രശസ്ത കവിയായ നമ്മുടെ എല്ലാമായ മനുഷ്യൻ മാഷ്, പുസ്തകം സ്വീകരിക്കുന്ന ശ്രീമതി ബിന്ദു ബി, ആശംസകളർപ്പിക്കുന്ന ശോഭന ഗോകുൽനാഥ്, യദുകൃഷ്ണൻ വാർഡ് മെമ്പർ, കവിയത്രിയായിട്ടുള്ള കയ്യമ്മ കോട്ടപ്പടി, കവിയത്രി ബിന്ദു മനോജ്, ജോഷി വാർഡ് മെമ്പർ, സജിത്ത് ഇല്ലിക്കൽ, കൈമ,
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാനൊരിക്കൽ കൂടി ഇവിടേക്ക് മനസ്സ് അർപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ നനയാൻ കൊതിച്ചൊരു മഴ, ഗംഭീരമായ പേരിനാണത്. അതിലൊരു എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പേര് തന്നെ ആയിട്ടുണ്ട്. ഇത് ഞാൻ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഞാൻ വായിച്ച പുസ്തകമാണ്. മാഷക്കറിയാം. അതായത് നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാവുന്ന രീതിയിൽ അതെന്തൊക്കെ തന്നു, അതെങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിച്ചു, എന്താണ് ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്, കവിതയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതുപോലെ മുരളി ഭാസ്കർ എന്ന വളരെ പാവപ്പെട്ട ഒരു വായനക്കാരൻ, അദ്ദേഹം മനസ്സിൽ സ്വാംശീകരിച്ച ശ്രീമതി അനിത ജയരാജ് ഇവിടെ എഴുതി ചേർത്ത ആ നൊമ്പരങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും വ്യാകുലതകളും വികാരങ്ങളും എല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയപ്പോഴുണ്ടായ ആ ഒരു അനുഭൂതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ 30 പേര് അല്ലെങ്കിൽ 40 പേര് 300 പേര് 3000 പേര് വായിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള വായനാനുഭവമാണ് ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം സമയക്കുറവുണ്ട്. കല ഒരു സാമൂഹിക പ്രവർത്തനമാണല്ലോ. കവി എന്ന ബിന്ദുവിൽ നിന്ന് സഹൃദയൻ എന്ന ബിന്ദുവിലേക്ക് ഒരു വരയാണത് എന്ന സങ്കല്പത്തിൽ തന്നെ കലയുടെ സാമൂഹ്യ പ്രസക്തി വ്യക്തമാണ്. അതുകൊണ്ടാണ് കലയ്ക്ക് സാമൂഹ്യ മാറ്റത്തിന് കഴിയുമെന്ന് പറയുന്നത്. എന്നാൽ കവിത ശബ്ദമുണ്ട്, അർത്ഥമുണ്ട്. ചിത്രങ്ങൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ എല്ലാം ചേർന്നാണ് കവിതയിലെ അർത്ഥം. കവിത നാം നിശബ്ദമായി വായിക്കുമ്പോൾ അർത്ഥതലത്തിൽ കൂടുതലാഴ്ന്ന് ചിന്താപരമാവുന്നു. ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു. സംഗീതമാകട്ടെ നമ്മളെ യോജിപ്പിക്കുന്നു. സംഗീത പ്രധാനമാകുമ്പോൾ അത് ജനകീയമാകും. അങ്ങനെയാണ് ചങ്ങമ്പുഴ ജനകീയനായത്. എല്ലാ വികാരങ്ങളും മലിനം ചേരുന്നതായി ഒന്നേ ലോകത്തുള്ളൂ, അത് സംഗീതമാണ്. ഇങ്ങനെ സംഗീതവും ഇതിവൃത്തവും വർണ്ണനയും സന്ദേശവും ഇഴചേരുന്ന കടലാഴമാണ് അനിത ജയരാജൻ്റെ ഞാൻ നനയാൻ കൊതിച്ച മഴ എന്ന സമാഹാരമെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. കലാസൃഷ്ടികൾ എന്തും ഓരോരുത്തരും ഓരോ അനുഭവമാകും. ഈ കവിതകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഞാൻ അനുഭവിച്ച വായനാനുഭവം. ഇതിലെല്ലാ കവിതകളും നല്ലതെന്ന് പറയാനാണ് എനിക്കിഷ്ടം. എങ്കിലും എന്നിലൂടെ കടന്നുപോയ എൻ്റെ ചൂണ്ടയിൽ ഇപ്പോഴും കുരുങ്ങിക്കിടക്കുന്ന ചിലത് മാത്രമേ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ. എല്ലാ കവിതകളും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. കാരണം നമ്മൾ വേവ് നോക്കുമ്പോൾ ഒരു വറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ വറ്റും നമ്മൾ വേവ് നോക്കാറില്ലല്ലോ. അതുപോലെ ഒരു കവിത എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ആത്മാംശം എന്താണെന്ന് അറിയാൻ പറ്റും. ഒരാളുടെ ആത്മരോഷങ്ങൾ, വ്യസനങ്ങൾ, വേവലാതികൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ എന്നിവ സൂക്ഷിക്കാനുള്ള ഉറിയായി കവിത മാറാം. ഭാഷാ പാണ്ഡിത്യം പകച്ചു നിൽക്കട്ടെ. കനിവുള്ള പകയും പരിഭവവും കലർന്ന തുറന്നെഴുത്ത്, അതാണ് ഈ പുസ്തകം. ഹൃദയത്തിൽ അടക്കി വെച്ച അനുഭവങ്ങളുടെ അടരുകൾ ഓരോന്നായി നിവരുന്നു, പൂവിതളുകൾ പോലെ. ഞാൻ നനയാൻ കൊതിച്ചൊരു മഴ, അതിനോട് എന്ത് വാക്ക് പറയാം. ഞാൻ കേൾക്കാൻ കൊതിച്ചൊരു ഗാനം, ഞാൻ പാടാൻ കൊതിച്ചൊരു ഈണം, ഞാൻ കാണാൻ കൊതിച്ചൊരു ചിരി, ഞാൻ അറിയാൻ കൊതിച്ചൊരു ചൂരി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഗാനത്തിനും ഈണത്തിനും ചിരിക്കും ചൂരിനും അവർണ്ണനീയമായ ഒരാവേശവും അഭിനിവേശവും ഇഷ്ടവും എല്ലാം ഉണ്ട്. അതുതന്നെ ഈ നനയാൻ കൊതിച്ച മഴയ്ക്ക്. അത്രമേൽ ഇഷ്ടാനുരാഗങ്ങളുടെ മോഹനമായ ദുരിത പ്രക്രിയ ഈ കവിതയിൽ പ്രകടമാകുന്നുണ്ട്. കവിത്രിയുടെ നെഞ്ചിലമരുന്ന പ്രതീക്ഷയുടെ ചാറ്റലായി തുടങ്ങി പെരുമഴയാകുന്ന ചാരുത പെയ്തിറങ്ങുന്ന സുന്ദര മുഹൂർത്തങ്ങൾ ഈ കവിതയിൽ കാണാം. കണ്ണിലെ കവിതയെ ചുണ്ടുകളാൽ മായ്ച്ച് ആകാശത്തിലേക്ക് പടരുന്ന പൂമരം,
എത്ര കോരി പറ്റിച്ചാലും വറ്റാത്ത കിണർ. ബിംബങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചിരിക്കുന്നു അനിതാ ജയരാജ്. വേരിൻ്റെ ശരി എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കവിതയാണ്. വേരിൽ നിന്ന് അഗ്നി കണക്കെ പടരുന്ന പ്രണയാവേശം തെല്ലൊന്നുമല്ല ചെടിയെ വികാരഭരിതയാക്കുന്നത്. പ്രണയലേഖനം കാണുമ്പോൾ സന്തോഷത്താൽ മൊട്ടുകൾ വിടരുന്നത് ഒരുപക്ഷെ വികാരതരളിതമായ ആവേശമാവാം. വേരും പൂവും തമ്മിലുള്ള അനുരാഗസുരവിലമായ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് നല്ല വായനാനുഭവമാണ് സമ്മാനിച്ചത്. സ്ത്രീ പുരുഷ ഹൃദയങ്ങളിൽ ഹൃദയവാഹിനിയായി ഒഴുകുന്ന പ്രണയമുഹൂർത്തങ്ങളെ ഓളമായി പരക്കുന്നത് പോലെ ഒരു പൂ വിരിയുന്നതിലൂടെ അനിതാ ജയരാജ് സുന്ദരമായി വരച്ചിട്ടുന്നുണ്ട്. ഇതളുകൾ അടർന്ന് താഴേക്ക് പതിക്കുന്ന ഇടം ആശയപരമല്ലെങ്കിലും ആശാന്റെ വീണപ്പൂവിനെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ വായനയിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം, മാലേറയെങ്കിലും അതീവ മനോഭിരാമം, ചാലെ കഴിഞ്ഞു നിന്നരിയ യൗവനമെന്ന് നിന്റെ ഈ ലോലമേനി പറയുന്നനുകമ്പനീയം, നിന്റെ ഈ ലോലമേനി പറയുന്നനുകമ്പനീയം. ആ കൂടുതൽ വീടെടുക്കണ കണ്ടപ്പറ്റിയത് ഓർമ്മ വന്നാണ് ആശാന്റെ കയ്യിൽ. മൗനം. ആഴികളിലും ആഴങ്ങളിലും മൗനത്തിന് ശബ്ദമുണ്ട്. മൗനം ഒരു നിശബ്ദതയല്ല, നിശബ്ദതയിൽ ഉയർക്കൊള്ളുന്ന ഭൂകമ്പമാണ് അല്ലെങ്കിൽ ഉരുപൊട്ടലാണ് ചിലപ്പോൾ മൗനം. ഉടയാടയായും കാർമേഘമായും വൈഡൂര്യത്തിൻ്റെ ആഭരണമായും എത്രയൊക്കെ പറഞ്ഞാലും ഇല്ലാതാക്കാൻ പറ്റാത്ത പ്രണയവും മനസ്സിൽ കുളിരിൽ നിറച്ച സന്തത സഹചാരിയായും ദേവതയായും പരിചയായും മൗനം നമ്മെ നിരന്തരം അസ്വസ്ഥമാക്കുന്നു. ഞാൻ ഓർക്കുന്നു ഒഴിമി പാടിയ എൻ്റെ മൺവീണയിൽ കൂടണയാണൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലേക്ക് എനിക്കാണ് പാറി പറന്നു വന്നു. കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ മൗനത്തിൻ്റെ അർത്ഥതലങ്ങൾ പല കവികളും പല അർത്ഥങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കവിയും കവിതയും വിട്ടുപിരിയാനാവാത്ത പ്രാണനും ജീവനുമാകുന്നു. നിന്നെ ഉണർത്താതെ അടുക്കളയുണർത്തുന്നവളെ ആഴിയോടും ആകാശത്തോടുമല്ലാതെ എന്തിനോടാണ് ചേർത്ത് വരയ്ക്കുക? ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും സമയപൂർവ്വം പോലെ പറയുന്നില്ല. താരും തളിരും അടവിയും കൊന്നപ്പൂവും വെളുത്ത ഐശ്വര്യപ്പൂവും കരിമഷിയും ഒക്കെ അടങ്ങാത്ത വർണ്ണങ്ങൾ വിഭവങ്ങളാണ്. പ്രാഥമിക വർണ്ണബോധം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. വെളിച്ചം പൂർണ്ണമായി പ്രതിഫലിക്കുമ്പോൾ വെളുപ്പും, പൂർണ്ണമായി പ്രതിഫലിക്കാതിരിക്കുമ്പോൾ കറുപ്പും എന്നതാണ് വർണ്ണത്തിൻ്റെ വരയുടെ സാമാന്യ നിയമം. ഇവിടെ അനിതാ ജയരാജ് എഴുതിയ ഞാനെന്ന കവിത നീ വരയ്ക്കുമ്പോൾ, അതുപോലെ ഞാനെന്ന കവിത, രണ്ട് കവിതയും ചേർത്താണ് ഞാൻ പറയുന്നത്. എനിക്ക് രണ്ട് പൂരകങ്ങളായി തോന്നി. ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റൊരു കവിത തോന്നിയത്. അതാണ് പറഞ്ഞത്, ഈ കവിയും കവിതയും വിട്ടുപിരിയാനാവാത്ത പ്രാണനും ജീവനുമാകുന്നു. ആ ഒരു കവിത ഞാനിപ്പോൾ എല്ലാ പുസ്തകങ്ങളെയും കുറിച്ച് പറയുന്നില്ല, കാരണം നമുക്ക് വായിച്ചിട്ട് ഞാൻ അനുഭവിച്ച ഒരു ജീവിത രീതിയാണ്, ഞാൻ അനുഭവിച്ച ഒരു സന്ദേശമാണ്, ഞാൻ അനുഭവിച്ചൊരു സുഖമാണ്, ഞാൻ അനുഭവിച്ചൊരു ഇഷ്ടമാണ് ഈ പുസ്തകങ്ങളിലെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ഏവരും ഈ പുസ്തകം ഏറ്റെടുക്കണം. ഇപ്പം നമ്മളൊരു കടയിൽ ചെന്ന് ചോദിക്കില്ലേ ഒരു കോൾഗേറ്റ്, അപ്പോൾ കടക്കാരൻ ചോദിക്കുന്നു ഏത് കോൾഗേറ്റ് വേണ്ടതെന്ന്. നാം ചോദിച്ചത് ടൂത്ത് പേസ്റ്റ് അല്ല, കോൾഗേറ്റ് ചോദിച്ചപ്പോൾ കടക്കാരൻ ചോദിക്കുന്നു ഏത് കോൾഗേറ്റ് വേണ്ടേ, അപ്പോൾ ഒന്ന് ക്ലോസപ്പ് എന്ന് മനസ്സിലായി. ഒരു ജാല വേണം പറഞ്ഞപ്പോൾ കടക്കാരൻ ചോദിക്കുന്നത് ഏത് ജാല വേണ്ടതെന്ന്, അപ്പോൾ കുട്ടി പറഞ്ഞു റീഗൽ. ഒരു മോഡേൺ ബ്രെഡ് ചോദിച്ചപ്പോൾ കടക്കാരൻ്റെ ഏത് മോഡേൺ ബ്രെഡ് വേണ്ടേ. ഒരു കമ്പനിയുടെ പേരാണത്, കോൾഗേറ്റ് ഒരു കമ്പനി, ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ്. അങ്ങനെ അതിൻ്റെ സിംബലൈസേഷൻ, അതിൻ്റെ എന്താ പറയുക, ബ്രാൻഡഡ് ആയിട്ട് കവിയും കവിയത്രിയും കവിതയും ഇനിയുള്ള ഭാവി ജീവിതവും എഴുത്തും ഒരു ബ്രാൻഡഡായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
അടുത്തത് ഉദ്ഘാടന ചടങ്ങാണ്. ഉദ്ഘാടനം നടത്തുന്നത് പ്രശസ്ത കവി ശ്രീ കൂടൂർ വിശ്വം മാഷാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. എവിടെ നേരത്തെ ഓണാക്കി അതെ 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 അങ്ങനെയുണ്ടോ? എഴുതി ചേർത്തിക്കുക അപ്പോ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഓക്കെ. അതെ. ഈ കവിതയ്ക്ക് ശേഷം കുറെ വേദികളുണ്ടാവും. നമ്മൾ പ്രകാശനം ഇവിടെ വെച്ചാണോ ചെയ്യുന്നത്? ഒരുക്കം അതിന് വേണം. ഇത് പരമാവധി ഇവിടെ വെച്ച് വരില്ലല്ലോ. സാമൂഹിക പാലിച്ചുകൊണ്ടിരുന്ന നടിക്കുന്ന സന്തോഷം. കുഴപ്പമില്ല, കുഴപ്പമില്ല. നമ്മൾ കണ്ടതാണ് ഇതല്ലേ. അനിത ജയരാജ് എഴുതിയ ഞാൻ നനയാൻ കൊതിച്ചൊരു മഴ എന്ന പുസ്തകം ഏറ്റവും സ്നേഹത്തോടെ പ്രകാശനം.
ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടാൻ കാരണമായ അനിത ജയരാജ്, ഈ ചെറിയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മുരളി മാസ്റ്റർ, മറ്റ് വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അനിത ജയരാജിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശിതമാകുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കെടുക്കാനെത്തിയ അനിത ജയരാജിൻ്റെ ബന്ധുക്കളെ, കൂട്ടുകാരെ, നാട്ടുകാരെ, നമ്മൾ പദ്ധതിയിടുന്നതല്ല പലപ്പോഴും നടക്കുക എന്ന് പറയും. ഒരുപക്ഷെ അനിത ജയരാജ് എന്ന കവി ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല തൻ്റെ റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനെയൊരു പുസ്തകവുമായി താൻ 3 പതിറ്റാണ്ടിലധികം സേവനം ചെയ്ത ഒരു നഗരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ തൻ്റെ പുസ്തകം പ്രകാശിതമാകുമെന്ന്. അത് കാലത്തിന്റെ ഒരു ഇടപെടലാണ്. ഈ പുസ്തകം ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനുരേച്ചി എന്നെ വിളിക്കുമ്പോൾ 2-3 സന്തോഷങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, കാലങ്ങൾക്ക് ശേഷം മാളയിലെ ഒരു കവിതാ സദസ്സിൽ പങ്കെടുക്കുന്നതിൻ്റെ ആഹ്ലാദം. മറ്റൊന്ന്, വടകര സ്വദേശിയായിട്ടുള്ള പവിത്രൻ തീക്കുലിയെ ഒന്നുകൂടി ഈ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാണുന്നതിൻ്റെ സന്തോഷം. അതുപോലെ ഇതുൾപ്പെടെയുള്ള മലയാളത്തിൽ കവിതാ മേഖലയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ കാണുന്നതിൻ്റെ ആഹ്ലാദം. അതിൽ ക്ലബ് ഹൗസ് എന്ന മാധ്യമം സജീവമായതിനു ശേഷം ഞാൻ പരിചയപ്പെട്ട കവിയാണ് കയ്യൂമു കൊടകര. അതുപോലെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എങ്കിലും സമയക്രമം പാലിക്കണമല്ലോ. എന്തുകൊണ്ടാണ് സമീപകാലത്ത് കൂടുതലായി സ്ത്രീകൾ എഴുത്തിന്റെ രംഗത്തേക്ക് അല്ലെങ്കിൽ കലാരംഗത്തേക്ക്, ക്രിയാത്മക രംഗത്തേക്ക് വരുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് സമൂഹത്തിന്റെ അവസ്ഥയെ വിശകലനം ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ത്രിതല പഞ്ചായത്ത് അതിൽ വലിയ പങ്കുവഹിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീടിനകത്തളങ്ങളിൽ ഇരുന്ന ഒരു മനുഷ്യനോട് പോലും ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാത്ത സ്ത്രീകൾ പോലും തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ആളുകൾ ആകെ മാറി. പതുക്കെ ആണുങ്ങളെക്കാൾ അതിമനോഹരമായി അവർ ഭരണരംഗം അതിൽ ഇടപെടാൻ തുടങ്ങി. ഏതൊക്കെ തരമുണ്ട്, അത് അടുക്കളയിൽ വെച്ചാൽ വേവാൻ എത്ര സമയമെടുക്കും, അത് എത്ര പേർക്കുണ്ടാകും എന്നൊക്കെ അറിയാവുന്ന പൊതുപ്രവർത്തകർ കുറവായിരുന്ന ഒരു കാലത്താണ് സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതിന് ഇന്ത്യൻ ചരിത്രത്തിലോ കേരളീയ ചരിത്രത്തിലോ ഉദാഹരണങ്ങൾ ഇല്ലാതില്ല. ഇന്ദിരാഗാന്ധി ആയാലും ഗൗരിയമ്മയായാലും അത് അത്തരം പ്രതീകങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാകും. എന്തായാലും ഗൗരിയമ്മയെ സംബന്ധിച്ച് എനിക്കറിയാം, അവർക്കത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ അവസാന നിമിഷം വരെ പിടിച്ചു നിന്നത്. ഒരു ഫൈറ്ററായിരുന്നു, ഗംഭീര ഫൈറ്ററും കൂടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടർച്ച കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായില്ല. അതിന്റെ രാഷ്ട്രീയത്തിലേക്കല്ല ഞാൻ വരുന്നത്, മറിച്ച്
സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ മലയാളത്തിൽ സാമൂഹിക പരിഷ്കരണം ഉണ്ടാക്കിയ ഒരു രചനയുടെ തലക്കെട്ടാണ്. എന്നാൽ ഇന്ന് അടുക്കള രംഗത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ്. അടുക്കള രംഗത്തേക്ക് വരുന്നൊരു കാഴ്ച അത് വലുതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ സ്വാഭാവികമായും ഒരു സ്ത്രീക്ക് ഒരു വീട്ടിൽ നിന്ന് എഴുതാൻ 10 മിനിറ്റ് സമയം കണ്ടെത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ആണുങ്ങൾക്കാണെങ്കിൽ യഥേഷ്ടം സമയമുണ്ട് താൻ. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ കാലം മാറി. ഇന്നിപ്പോ പെണ്ണുങ്ങൾ അങ്ങനെ സമ്മതിക്കൊന്നുമില്ല. കുഞ്ഞിനെ നോക്കണമെങ്കിൽ നിങ്ങൾ അത് യൂറോപ്യൻ മാതൃകയെ അനുകരിച്ചുകൊണ്ടല്ല, മറിച്ച് ഇതൊരു തുല്യാവകാശമാണ് എന്നുള്ളൊരു ബോധം. അതിന് പഠനം സഹായിച്ചു, വായന സഹായിച്ചു, എഴുത്ത് സഹായിച്ചു. ഇത്രയും കാലം ഒരു 3 പതിറ്റാണ്ട് ഒരുപക്ഷെ അനുദേശി ഈ മേഖലയിലെ ഒരുപാട് മനുഷ്യരെ അറിയാം. അവരുടെ വേദന നേരിട്ടറിയാം. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആശുപത്രിയിലൊക്കെ വസിക്കുമ്പോൾ നമ്മൾ വലിയ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്, വേദനയാണ് കാണുന്നത്. കാശില്ലാത്തവർ, കാശുള്ളവർ തന്നെ രോഗിയായാലുള്ള അവസ്ഥ ഒക്കെ കണ്ടറിഞ്ഞ ഒരാളുണ്ട്. ഇത്രയും കാലം ഇതൊക്കെ ചെയ്യുമ്പോൾ, ഈ ജോലി ചെയ്യുമ്പോൾ ഉള്ളിൽ കവിത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അത് പേപ്പറിലേക്ക് പകർത്താൻ അവർക്ക് ഒത്തില്ല, അതിന് സമയം ലഭിച്ചില്ല എന്നുള്ളതാണ്. ഈ പുസ്തകം ആദ്യം പുസ്തകം ഇറങ്ങിയ ഉടനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് അല്ലേ, കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് അനിത ജയരാജിന്റെ കവിതകൾ വായിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ പ്രകാശനത്തിന് പങ്കെടുക്കുമ്പോൾ എനിക്ക് തീർച്ചയായും വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ആദ്യമായി, ഒരുപക്ഷെ ഞാൻ ആശുപത്രിയിൽ വെച്ച് അനുജച്ചിയെ കണ്ടിട്ടുണ്ടാകും, പക്ഷെ കവി എന്നുള്ള നിലയിൽ ആദ്യമായി ആ പുസ്തകം വാങ്ങാൻ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ കടക്കാവൂരിനെ കുറിച്ച് പറഞ്ഞു. ഈ കടക്കാവൂരിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വർക്കല, ശിവഗിരി അതിന് സമീപ പ്രദേശമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ മലയാള കാവ്യ ചരിത്രത്തെ മാറ്റിയെഴുതിയ കുമാരനാശാന്റെ നാടാണ്. അപ്പോൾ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും മലയാള കവിതയ്ക്കുണ്ടാക്കിയ മാറ്റങ്ങളിൽ വളരെ, അത് ഓരോ വരികളും എടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ല, മനുഷ്യരിലേക്ക്, മനുഷ്യന്റെ വേദനകളിലേക്ക് ഇറങ്ങിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുകളാണ്. അതിനു മുൻപൊക്കെ കൊട്ടാരങ്ങളുടെ കൊത്തളങ്ങളിലോ അകത്തളങ്ങളിലോ മാത്രം വെടിപറച്ചിലിന്റെ ഒരു ഭാഗമായിരുന്ന കവിത മനുഷ്യന്റെ ഉപാധിയായി, ജീവ ഉപാധിയായി പുറത്തിറങ്ങിയിരുന്നത്. ഇതൊരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ കാര്യമാണ് എന്ന് മനുഷ്യനെ പഠിപ്പിച്ച ഒരാളാണ് കുമാരനാശാൻ. അപ്പൊ ഈ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും ഒക്കെ സംഭാഷണത്തിൽ ഏർപ്പെട്ട കായ്ക്കരയെ കുറിച്ചൊക്കെ വലിയ ആവേശത്തോടുകൂടി അനിത ജയരാജ് പറയുകയായിരുന്നു. അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ കവിതയുടെ വിത്ത് ഉള്ളിലുണ്ട്. ഇത് മുളച്ചില്ല എന്ന് മാത്രം, പല കാരണങ്ങളാൽ. ഇപ്പോൾ ഒരു വിത്ത് വീണാൽ മുളയ്ക്കാതിരിക്കാനുള്ള പല കാരണങ്ങളുമുണ്ട്. നല്ല വെയിലായിരിക്കണം, സാധാരണ വെയിലല്ല, കൊടും വെയിലായിരിക്കണം, അല്ലെങ്കിൽ അത്രയേറെ മഴ ഉണ്ടായി കാണണം, കാലാവസ്ഥ പ്രതികൂലമായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനെല്ലാം ശേഷം നമ്മൾ ഈ പറഞ്ഞ പരാക്രമങ്ങൾക്കും ജീവിത ഓട്ടങ്ങൾക്കും എല്ലാം ഇടയിൽ ഈ 2 വർഷം മനുഷ്യർ അവനവനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ തുടങ്ങി. അതിന് സമയം കിട്ടി. അപ്പോ ആ വിത്തുകൾ, അത്രയും കാലം ഉറങ്ങിക്കിടന്ന വിത്തുകൾ മുളയ്ക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. നമ്മുടെ പ്രിയപ്പെട്ട കവി റഫീഖ് അഹമ്മദിന്റെ ഏറ്റവും മനോഹരമായ കവിതകളിൽ ഒന്ന് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്നുള്ള ഒരു പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇത് പാട്ടുരൂപത്തിൽ പിന്നീട് ആ കവിത രൂപാന്തരം. അപ്പോൾ നന്നേ ബാല്യകാലത്തിൽ കുമാരനാശാന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും മണ്ണിൽ നിന്ന് അങ്ങനെ ഒരു വിത്ത് അനിത ജയരാജിന്റെ ഉള്ളിലുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പലപ്പോഴും ഈ വാർദ്ധക്യം അല്ലെങ്കിൽ മധ്യവയസ്ക എന്നൊക്കെ പറയുന്നത് നല്ലതൊക്കെ തുടങ്ങാൻ ഇനി തുടങ്ങിയിട്ട് എന്താവാനാണ്, അല്ലെങ്കിൽ കവിതയിലൊക്കെ ഉണ്ടാകുമോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും.
പക്ഷേ ഇപ്പോൾ ഓർക്കണം, പൈസയുള്ളവർക്കോ പിടിപാടുള്ളവർക്കോ 10 വയസ്സുകാരൻ, 12 വയസ്സുകാരൻ, 17 വയസ്സുകാരിയൊക്കെ പുസ്തകം കിട്ടുന്ന സമയമാണ്. 2 വരി എഴുതിയാൽ പുസ്തകമായി. ഇതങ്ങനെയല്ല, ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പോ അതിന് ജീവിത സാഹചര്യം അനിത ജയരാജിനെ രൂപപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഒരു സമയമുണ്ടായപ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കവിതയുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇന്നലെ സന്ദർഭമായി ഒരു മനുഷ്യനോട് സംസാരിച്ചപ്പോൾ തന്റെ 65-ാമത്തെ വയസ്സിലാണ് ലീല ഗ്രൂപ്പിന്റെ കൃഷ്ണൻ നായർ ലീല ഗ്രൂപ്പിന്റെ ഹോട്ടൽ സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചത്. ലോകപ്രശസ്തമായ ഒരു ഹോട്ടൽ ശൃംഖലയാണ് ലീല ഗ്രൂപ്പ്. 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തുടങ്ങിയത്. മധ്യവയസ്കനും പ്രായത്തിനുമൊക്കെ ഒരു ഗുണമുണ്ട്. അത്രയും കാലത്തെ തോൽവിയും വിജയങ്ങളും കിട്ടിയ അടിയും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഒരു മനുഷ്യനെ വലിയ രീതിയിൽ രൂപപ്പെടുത്തുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് എഴുത്തിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾ എഴുത്ത് ആരംഭിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണ് ഉചിതം എന്നും അഭികാമ്യമെന്നും ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴായി പല സദസ്സുകളിൽ പ്രാദേശികമായിട്ട് പറയുകയാണെങ്കിൽ, വർഗീയതയൊക്കെ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കവിത എന്ന കലാരൂപം ചില വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് വഴങ്ങില്ല എന്നൊരു തോന്നൽ ഈ സമൂഹത്തിൽ വലിയ രൂഢമൂലമാണ്. അതിന് കാരണങ്ങൾ പലതാണ്. നേരത്തെ പറഞ്ഞതൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊക്കെ അത്തരം ഒരുപാട് അപമാനം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ മറുപടിയായിട്ട് മനോരമയിൽ എസ് രമേശൻ നായരും ശ്രീകുമാർ കരിയാടും ഞാനും പങ്കെടുത്ത ഒരു ചർച്ചയിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം, അത് നിങ്ങൾക്ക് മനോരമയിൽ കാണാം, ഇപ്പോഴും ഉണ്ട്, അതിൽ എൻ്റെ വെബ്സൈറ്റിലുണ്ട്. ശ്രീനാരായണ ഗുരുവിനോട് അന്നത്തെ മേലാളന്മാർ ചോദിച്ചു, ഇതെന്ത് ശിവനാണ് എന്ന്, നിങ്ങൾക്ക് അങ്ങനെ പ്രതിഷ്ഠിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളുടെ അല്ല, എന്റെയാണ്. ഈ ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചത്, നിങ്ങൾക്കതിൽ കുഴപ്പമില്ലല്ലോ. അപ്പോ ഇത് കവിതയാണോ എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായും അനിത ജയരാജിനെ കൃത്യമായ മറുപടി കൊടുക്കാം. ഇപ്പൊ ഭക്ഷണം എന്നുള്ളൊരു സങ്കല്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം 36 കറികളുള്ള ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അവസാനിക്കുന്ന വലിയ സദ്യയായിരിക്കും അയാളുടെ ഭക്ഷണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കഞ്ഞിയും ചമ്മന്തിയുമാണ്. എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞിയും ചമ്മന്തിയുമാണ്. ഒരുപക്ഷെ ഞാനതിനെ സദ്യയേക്കാൾ ഞാനതിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭക്ഷണം, എൻ്റെ സദ്യ എന്നുള്ള സങ്കല്പം ചമ്മന്തി കൂടി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ സദ്യ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഈ വിഭവങ്ങളുടെ എണ്ണം പറയുമ്പോൾ അത് നിങ്ങളുടെ സദ്യയാണ്, ഇതെൻ്റെ സദ്യയാണ്. അതുപോലെ കവിത അങ്ങനെ വലിയ വൃത്തവും അലങ്കാരങ്ങളും ഒക്കെയുള്ള കവിതകൾ കാണിച്ച് നിങ്ങളെ ആരെങ്കിലും പേടിപ്പിച്ചാൽ അവരോട് പറയേണ്ട കാര്യം അത് നിങ്ങളുടേതാണ്. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, അതായിക്കോട്ടെ. ഇത് എൻ്റെ പാവം കുഞ്ഞി കവിതയാണ്. അപ്പോൾ അതായിരുന്നു ഞാൻ ആ ലേഖനത്തിൽ എഴുതിയത്. അതിനെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിക്കുകയായിരുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കവിത വായിച്ചുകൊണ്ട് ഞാൻ ഇതിലെ കവിതകളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. താൻ കുഴപ്പമില്ല. എനിക്ക് മുൻപ് പുസ്തകം പരിചയപ്പെടുത്തിയ പ്രക്ഷേപകൻ കൂടിയായ മുരളി ഭാസ്കർ അതേക്കുറിച്ച് പറഞ്ഞു. ബ്രാൻഡിന്റെ കാര്യം അത് വലിയ രസമായി തോന്നി. അപ്പോൾ ഞാനിതിലൊരു കവിത വായിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി വായിക്കേണ്ട ഒരു കവിത എടുത്തു വെച്ചിരുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കവിതയുടെ ഭാഷ, പുതിയ സ്ത്രീകൾ ഒക്കെ എഴുതുന്ന രീതി, എനിക്കറിയാവുന്ന നിരീക്ഷണങ്ങൾ. അത് ഈ പുസ്തകം നിങ്ങളുടെ കൈകളിലൊക്കെ എത്തി ഒരു വായനയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റവും ആ കവിത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ ഒരു ദിവസം ഇരിക്കാം, വന്നാകട്ടെ, അല്ലേ? അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് പ്രകാശനവുമായിട്ടുണ്ട്. പൗത്രൻ തിരുപ്പുനിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത്. പൗത്രൻ പലതവണ മാളയിൽ വന്നിട്ടുണ്ട്, വിരുവറമ്പിൽ വന്നിട്ടുണ്ട്, എൻ്റെ റൂമിൽ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. ഞാൻ അവൻ്റെ പുതിയ വീട്ടിൽ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ
10-30 വർഷം മുമ്പ് ഒരുമിച്ച് കവിതയൊക്കെ എഴുതി തുടങ്ങിയ ആളുകളാണ്. പലതവണ ഒരുമിച്ച് താമസിക്കുകയും വർത്തമാനമൊക്കെ പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, അപ്പോൾ ഈ ഒരു അസുഖം എല്ലാവരെയും പല രീതിയിൽ വരുന്നു. അപ്പോൾ പലർക്കും പങ്കെടുക്കാം. ഇപ്പോൾ MC സുരേഷ് വരേണ്ടതാണ്, അച്ഛൻ മരിച്ചു. അപ്പോൾ മരണങ്ങളിങ്ങനെ ഓടി നടക്കുകയാണ്. എന്തായാലും ഞാനൊരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടാണ് തെറ്റിപ്പോയത്. അപ്പോൾ പ്രകാശനവുമായി ബന്ധപ്പെട്ട പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് പൗത്രനാണ്. അപ്പോൾ പൗത്രന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് കൈവരുകയായിരുന്നു. ഇതിന് പ്രപഞ്ചത്തോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ കുറച്ചധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആടുജീവിതമാണ്. അതിൻ്റെ ജീവിതത്തിലെ കാലത്തെയും അഭിമാനവുമാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം പ്രകാശനം ചെയ്യാനുള്ള ഒരു പ്രപഞ്ച നിമിത്തം എൻ്റെ ജീവിതത്തിലുണ്ടായി. അത്തരം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടും നമുക്കെല്ലാവർക്കും ഉച്ചയോടെ പിരിയേണ്ടതുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അനിത ജയരാജിൻ്റെ ഞാൻ നനയാൻ കൊതിച്ചൊരു മഴ എന്ന പുസ്തകത്തിലെ ഒറ്റ മരച്ചില്ലയിൽ ഒറ്റ ചിറകുള്ള പക്ഷി എന്നുള്ള കവിത വായിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തക പ്രകാശനത്തിൽ ഏറ്റവും സ്നേഹത്തോടെ പങ്കെടുക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അനിത ജയരാജിൻ്റെ കാവ്യ ജീവിതത്തിന് എല്ലാവിധ ഭാവങ്ങളും. ഒറ്റ മരച്ചില്ലയിൽ ഒറ്റ ചിറകുള്ള പക്ഷി. ആകാശം മെനഞ്ഞവൾ ഓരോ ദിവസവും സഞ്ചരിക്കാനുള്ള ദൂരം കോമ്പസ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയവൾ. എന്തിനാണ് അയാൾ അവളുടെ മഴപ്പൂക്കളെ തീക്കാറ്റിനാൽ ഊതിക്കെടുത്തിയത്? അവളുടെ ആകാശത്തിൽ വിഷപ്പൂക്കൾ എറിഞ്ഞത്? അവളെ ഒരു കല്ലെടുക്കും തുമ്പി ആക്കിയത്? അവളുടെ ഒരു ചിറകരിഞ്ഞ് കത്തിച്ച ധൂമം പറത്തി രസിച്ചത്? പുകയുന്ന ഒരു അഗ്നിപർവ്വതം നെഞ്ചിലേക്ക് എടുത്തു വച്ചിട്ട് രാമണയ്ക്ക് കാതോർത്തിരുന്നത്? സത്രം കാവൽക്കാരനായിരുന്നയാൾ ഓരോ കാലത്തും വന്നുപോകുന്നവരും അയാളുടെ വിരൽത്തുമ്പ് മുറിച്ചു മാറ്റി. കരയെത്താൻ കാലമുള്ളപ്പോൾ തകർന്നൊരു കപ്പലിന്റെ നാവികൻ, മുങ്ങുന്ന വഞ്ചിയുടെ അമരക്കാരൻ, ലക്ഷ്യമില്ലാതെ പായുന്ന തീവണ്ടി. ഓരോ ഋതുക്കളിലും കരൾ കുരുക്കുന്ന പക്ഷികളെ തുരമ്പെയ്യുന്ന കാട്ടാളൻ. ഓരോ പെൺകിളികളുടെയും നോവുകളിൽ അട്ടഹസിക്കുന്ന ഇടിമിന്നൽ. അയാൾ കടലായപ്പോൾ മണൽത്തരിയാകാൻ കൊതിച്ചവൾ. അയാൾ പുഴയാകുമ്പോൾ കുളിനമാകാൻ തുടിച്ചവൾ. അയാൾ വെയിലാകുമ്പോൾ കുളിരാകാൻ വെമ്പിയോൾ. നോവുകളിൽ നിഹാരമാകാൻ അടർന്നവൾ. എന്നിട്ടും വെറുമൊരു നോവുമരം, ഒറ്റശാഖി മാത്രമുള്ളൊരു വേവുമരം, ചേർത്തിരുത്തി തെഞ്ഞുപോയൊരു വെയിൽപ്പൂക്കളുടെ ഗന്ധം പേറുന്ന കാറ്റ്. അരുതെന്ന് അകത്തിരുന്ന മഴമേഘങ്ങൾ പറഞ്ഞിട്ടും അയാളുടെ നീല ജല ഛായാചിത്രം ഹൃദയത്തിൽ കൊത്തിവച്ചവൾ. ധവളരാജി പൊഴിക്കാതെ കരിനീല നിഴലിനെ കരളിൽ ആഴത്തിൽ കോരി വരഞ്ഞ പെൻസിൽ മുനയൊടിഞ്ഞു. അയാൾ ഉണക്കാനിട്ട ചിരി അയയിൽ തെറുത്തുവെച്ച് മുഴിഞ്ഞ ചിറകുമായി ഒറ്റശാഖിയിൽ ചാരിയിരിക്കുന്നവൾ. ഇന്നുമുണ്ട് ആ ശൂന്യാകാശം, കടും മൗനത്തിൽ വളരുന്ന മരം, ഒപ്പം ഒറ്റച്ചിറകുള്ള ആ പക്ഷിയും, കെട്ടുപോകാത്ത ആ കരലിനെ ഊതി ഊതി എന്നാണ്. ഒരിക്കൽ കൂടി കവിക്കും പുസ്തകത്തിനും പങ്കെടുത്തവർക്കും കാവ്യാത്മാവിന് നന്ദി. അടുത്ത ആശംസയാണ്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ശോഭന ഗോപിനാഥകൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം.
കവിതയെക്കുറിച്ച് നേരെ പറയാൻ എനിക്കറിയില്ല. കവിത വായിക്കുന്ന കൂട്ടത്തിലുമല്ല. പക്ഷേ അനിതമാൻ എന്നെ വിളിച്ചു, ജില്ലാ പഞ്ചായത്ത് അംഗമാണല്ലോ, അതനുസരിച്ച് ഞാൻ റെഡിയാണ് പറയുന്നത്. പഠിക്കുന്ന കാലത്ത് ഒരുപാട് കവിത കേൾക്കാറുള്ള ഒരാളാണ്. അത് ഇപ്പോൾ നമ്മൾ ഇവിടെ വായിച്ച് കണ്ടതൊക്കെ കവിതകളല്ല. അഗസ്ത്യകൂടവും അല്ലെങ്കിൽ അമ്മയും അല്ലെങ്കിൽ ഗോതകുടകളും ഒക്കെ നമുക്ക് കവിതകൾ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എസ്എഫ്ഐയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് എസ്എഫ്ഐക്കാരുടെ ചുണ്ടുകളിലാണ് ഈ കവിതകളൊക്കെ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത്. അതിൻ്റെ കാസറ്റുകളും ഒരുപാട് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആ കവിതകളെയാണ് ഞാൻ സ്നേഹിച്ചു വന്നത്. പക്ഷേ ഇപ്പോഴത്തെ കവിതകളിലെല്ലാം അങ്ങനത്തേനേക്കാൾ കൂടുതൽ മൂർച്ചയുള്ള കവിതകളാണ്. ഇന്നിപ്പോൾ കവിതയെ പരിചയപ്പെടുത്തിയതും ഒക്കെ സംസാരിക്കുമ്പോൾ സ്ത്രീയെക്കുറിച്ചും അവരുടെ ആകുലകളെക്കുറിച്ചും ഒക്കെ ഒരുപാട് പറയുന്നുണ്ടായി. അനന്തരം എന്തായാലും ഉള്ളിൽ ഒരു ഫയറുള്ള സ്ത്രീയാണ്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ആവണമെന്നാണ് എനിക്ക് പറയുന്നത്. അത് ഞാൻ ഒരു സ്ത്രീവാദിയായതിൻ്റെ പേരിലോ ഫെമിനിസ്റ്റ് ആയതിൻ്റെ പേരിലോ ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴും തഴയപ്പെടുന്ന ഒരു വിഭാഗമായതിൻ്റെ പേരിൽ ഞാൻ പറയുന്നത്. മുന്നോട്ട് വരണം. ഒരുപാട് പേര് മുന്നോട്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ കാര്യമാണ് ഇത്രമാത്രം ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോലിക്കിടയിൽ റിട്ടയർ ആയതിനു ശേഷം ഇമാതിരി 50 കവിതകളാണെന്ന് തോന്നുന്നതിനകത്തുള്ളത്. അത്രയും കവിതകൾ എഴുതി തയ്യാറാക്കി ഇത്തരത്തിലൊരു വേദിയിൽ അത് എത്തിക്കാനും പ്രകാശനം ചെയ്യാനും എടുത്തൊരു എഫർട്ട് ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. എഴുതാൻ നമുക്ക് ഗദ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനുഭവങ്ങൾ എല്ലാം നമുക്ക് ഗദ്യത്തിലായിട്ട് എഴുതാൻ കഴിയും. പക്ഷെ അത് കവിതയാക്കി കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടായി ഇതിൻ്റെ വൃത്തമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന്. പക്ഷെ ഞാനൊക്കെ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. കവിത എഴുതുക എന്ന് പറയുന്നത് ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നവർക്കും ഒരു പടി കൂടി അനുഭവങ്ങളുള്ളവർക്കും വായനയുള്ളവർക്കും ചിന്തകളുള്ളവർക്കുമാണ് ഇത് കഴിയുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്ത് നൃത്തങ്ങളൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മളെ കുഴപ്പത്തിലാകാറുള്ളൊരു കാര്യമാണ് നൃത്തങ്ങൾ പഠിക്കാറുള്ളത്. പക്ഷേ അതൊക്കെ അന്ന് മാർക്ക് കിട്ടാൻ വേണ്ടി മനപ്പാടാക്കി വെച്ച് അതുപോലെ തന്നെ ആൻസർ പേപ്പറിലേക്ക് ചതപ്പിച്ച് നമ്മൾ എനിക്ക് പോരാടാൻ വേണ്ടി അത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന കുട്ടികളാണ് പിന്നീട് കവിതകൾ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അഞ്ജിത. ആ കുട്ടി നല്ലപോലെ കവിത എഴുതുകയും കഥകൾ എഴുതുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിന് പണ്ട് അങ്ങനെ എല്ലാ മലയാള അധ്യാപകരെ എല്ലാ കുട്ടികൾക്കും എക്കാലത്തും ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് മലയാള അധ്യാപകരെ. കാരണം അതും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. അതിനോടൊപ്പം ഒരുപാട് കവിതകൾ നമുക്ക് പലതരം പറഞ്ഞു തരുകയും ചെയ്യുന്ന ടീച്ചർമാരെ അപ്പോൾ എനിക്ക് ഏറെയൊന്നും പറഞ്ഞു പോകാനില്ല. എനിക്ക് ഇതിന് പിന്നിൽ എഫർട്ടെടുത്ത ഒരു സ്ത്രീയാണെന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ ഈ കണ്ട കാലത്തിന് ശേഷം ഇതെല്ലാം ഒരു നല്ല തീപ്പൊരിയായിട്ട് മനസ്സിൽ ഊതി കത്തിച്ചു നിർത്തി ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് ഇതൊരു കവിതാ സമാഹാരമായി എത്തിച്ചു തന്ന അനിതമേനെ എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിനായിട്ട് ഗ്രാമപഞ്ചായത്തുകളായ ബഹുമാനപ്പെട്ട ജോഷി കണ്ണൂരിലെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിലൂടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെ, ഞാൻ നനയാൻ കുറിച്ചൊരു മഴ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം പറയാം. മഴയെ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴയെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ചിലർക്ക് മഴയെക്കുറിച്ച് കേൾക്കുമ്പോൾ ചെറിയ പേടിയും കടന്നു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഈ പേര് ഈ കവിതയ്ക്ക് എടുക്കുമ്പോൾ നമ്മുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ തന്നെ ഞാൻ മഴയെ കുറിച്ചൊരു മഴ എന്നുള്ള ഒരു വാചകം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേര് എല്ലാവരും ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പേരാണ്. ഞാൻ ചേച്ചിയെ കുറിച്ച് എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, വളരെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളാണ്.
ഒട്ടനവധി ജീവിത കഠിന അനുഭവങ്ങളോടുകൂടി കടന്നു വന്നിരിക്കുന്ന ഒരു കവിയത്രിയാണ്. തീർച്ചയായിട്ടും പുള്ളിക്കാരത്തി എഴുതുന്ന വാക്കുകളിൽ കൃത്യമായി നല്ല കാഠിന്യവും അതേമാതിരി സൗഹൃദവും സന്തോഷവും സ്നേഹവും എല്ലാം കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഈ കൊറോണ കാലഘട്ടം കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളുടെ വാർഡ് 14 വാർഡാണ്. 14 വാർഡിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു പുള്ളിക്കാരത്തിയുടെ കവിതകൾ. ഞങ്ങളുടെ വാർഡിൽ കൊറോണ കടന്നു പോകുന്ന സമയത്ത് ഈ പുസ്തകത്തിലുള്ളതല്ല ഇല്ലെങ്കിൽ പോലും പുള്ളിക്കാരത്തി ഒട്ടനവധി കവിതകൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിലിടും. അപ്പം അത് എല്ലാവരും കേൾക്കും. അതിനെ പരമാവധി ആളുകൾ അതിന് ഷെയർ ചെയ്യാൻ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ അതിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അധികം കവിതകളും പൊതുപ്രവർത്തനങ്ങളാകുമ്പോൾ സമയക്കുറവ് വളരെ ഇതല്ല. കാരണം ഞങ്ങൾ പല കാര്യങ്ങളും രാഷ്ട്രീയപ്പെടുമ്പോൾ ടി വി വെച്ചാൽ പോലും ഞങ്ങൾ ആദ്യം കാണുന്നത് വാർത്തകളായിരിക്കും. എപ്പോഴും വാർത്തകൾ കാണുന്ന ഒരു സ്വഭാവം ആണ് ഞങ്ങൾക്കുള്ളത്. അതിനിടയിൽ ഞങ്ങൾക്ക് കവിതയെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് നേരത്തെ ഒട്ടനവധി പോലുണ്ട്. നമ്മുടെ കുഴു ആയാലും അതോടൊപ്പം തന്നെ നേരത്തെ പ്രസംഗിച്ച സാഹിത്യകാരന്മാരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ വാക്കുകളിലുള്ളത് വളരെ കേട്ടിരിക്കാൻ തന്നെ തോന്നുന്നൊരു രംഗമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ ഇരുന്ന് അവർ പറയുന്ന വാക്കുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വാക്കിനും ഓരോ വാക്കിനുമുണ്ട് ലക്ഷ്യങ്ങൾ, ഓരോ വാക്കിനുമുണ്ട് വിമർശനങ്ങൾ, ഓരോ വാക്കിനുണ്ട് പ്രതിരോധം. ഇതാണ് ഒരു കവിത എന്ന് പറയുന്നത്. കവിതയും സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ അത്തരത്തിൽ തന്നെയാണ്. കാരണം അവരെഴുതപ്പെടുന്ന വാക്കുകളാണ് പല രീതിയിലും തിരുത്തപ്പെടാറുള്ളതും അതോടൊപ്പം തിരുത്തപ്പെടേണ്ടതെന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് ആ എഴുതുന്ന ചെറിയ വാക്കുകളിലാണ്. തീർച്ചയായിട്ടും ഇത്തരമൊരു പുസ്തകം ഇറക്കാൻ നമ്മുടെ കവിത ഇറക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഒട്ടനവധി പ്രയത്നം എടുത്തു എന്നുള്ളത് എനിക്കറിയാം. അത് ഞങ്ങളെ അയൽവാസിയായിട്ട് ഞങ്ങൾക്കറിയാം. അതിന് തീർച്ചയായിട്ടും എനിക്ക് ഒന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ പുതിയ ഒരു കവിത എഴുതി ഇനിയും കഥകൾ എഴുതി കാവനാടിൻ്റെ പേരിൽ തന്നെ ചേർക്കപ്പെടുന്ന രീതിയിലേക്ക് വളർന്നു വരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസ അറിയിക്കുന്നത് പുസ്തകം സ്വീകരിച്ച ബിന്ദു ദേവി അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സദസ്യമായുള്ള മാന്യ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. പുസ്തക പ്രകാശനത്തിൻ്റെ ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യം തന്നെ ഹരിത ചേച്ചിക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ നന്ദി പറയുന്നു. കാരണം ഒരു സൗഹൃദത്തിനും അപ്പുറം സഹോദര തുല്യമായ ഒരു സ്നേഹവും അനിയത്തി എന്നുള്ള വിളിയും ആ ഒറ്റ വിളിയാണ് എന്നെ ഈ മാള എന്ന് പറയുന്ന ദേശത്തേക്ക് എത്തിച്ചത്. അല്പം ദൂരമുണ്ട്, മലപ്പുറത്തു നിന്നാണ് ഞാൻ വരുന്നത്. അതിരാവിലെ പുറപ്പെട്ടു, ഇവിടെയാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. എങ്കിലും അത് ചേച്ചിയുടെ പുസ്തക പ്രകാശനത്തിനായതിൽ ഉള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. നേരത്തെ വിൽസേട്ടൻ പറഞ്ഞ മാതിരി വിൽസേട്ടൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ ഇടയായി പുറത്തേക്ക് വരാൻ, കലയിലേക്ക്, കലാരംഗത്തേക്ക് പുറത്തേക്ക് വരാനായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം. തീർച്ചയായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജോലിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി കിട്ടുന്ന വളരെ കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മണിക്കൂറുകൾ കുടുംബത്തിനും അടുക്കളയിലും ഒക്കെയായി മാറ്റിവെച്ചതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയം മാത്രമാണ് ഈ പുസ്തകം, വായന, എഴുത്ത് ഇതിലേക്ക് വരുന്നത്. അതുതന്നെ കുടുംബാംഗങ്ങൾ പല സമയത്ത് കയറി വരുമ്പോൾ അപ്പം ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കി വരുമ്പോഴത്തേനും മിക്കവാറും കിടക്കാനുള്ള സമയമാകും. പിന്നെ എപ്പോഴാണ് വായിക്കാനെടുക്കാനൊക്കെയുള്ള സമയം എന്നാണ് ചോദ്യം. തീർച്ചയായും ഈ ലോക്ക്ഡൗൺ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. കാര്യം എല്ലാവരും ഒറ്റ കുടക്കീഴിൽ വന്ന് പെട്ടെന്ന് പണിയൊക്കെ ഒതുക്കി
ഭക്ഷണവും വിളമ്പി എല്ലാം പിന്നെ കുറേ സമയം നമുക്ക് വെറുതെ കിട്ടി. തീർച്ചയായും ബുദ്ധിമതികളായ സ്ത്രീകൾ അതിനെ വായനയ്ക്കും എഴുത്തിലേക്കും വഴിതിരിച്ചു വിട്ടു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നു. ഞാൻ എഴുതാൻ കുറച്ച് മടിച്ചായിരുന്നു. കവിതയും കഥയൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ ഇതൊന്ന് എഴുതി വയ്ക്കാനുള്ള സമയക്കുറവ്, ഒരു മടി, ഇതൊക്കെ ഇങ്ങനെ വന്ന് നീണ്ടു പോയൊരു കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് അനുഗ്രഹം പോലെ, എന്നെ സംബന്ധിച്ചൊരു അനുഗ്രഹം പോലെ ഈ ലോക്ക്ഡൗൺ വന്നതും കുറേ കഥകളായാലും കവിതകളായാലും എഴുതാൻ കഴിഞ്ഞതും വായിക്കാൻ കഴിഞ്ഞതും കുറേ നല്ല വ്യക്തിത്വങ്ങളെ, വിശ്വരായ ഒരുപാട് വ്യക്തിത്വങ്ങളെ, കവികളെ, കഥാകൃത്തുകളെ എല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞതും അതിനിടയ്ക്ക് നമ്മുടെ മഞ്ചരി ബുക്സിൻ്റെ ഒരു ബുക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഒരുപാട് കഥാകൃത മത്സരങ്ങളിൽ പങ്കാളിത്തത്തിന് എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്ന് പറയുന്ന ആ വ്യക്തി എനിക്ക് തോന്നുന്ന എല്ലാ സ്ത്രീകളുടെയും പ്രതികളും ഒരുപക്ഷെ അനിത ചേച്ചി പോലും ആ സമയമായിരിക്കും കുറച്ച് വായനയ്ക്ക് എഴുത്തിനും വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചു എന്ന് ഞാൻ കരുതുന്നു. ചേച്ചിയുടെ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഭാഷ. ആർക്ക് വായിച്ചാലും മനസ്സിലാകും. കടുകെട്ടിയ വാക്കുകളോ വൃത്തവും അലങ്കാരവും കൊണ്ട് നമ്മളെ ത്രട്ടൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന യാതൊന്നും ഒരു കവിതയ്ക്കുണ്ടായിരുന്നു. വളരെ സരളമായി നിസ്സാരങ്ങളായി നമ്മൾ തള്ളിക്കളയുന്ന പല കാഴ്ചകളെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് വയ്ക്കുന്ന ജീവിതത്തെ, പ്രകൃതിയെ, പ്രണയത്തെ, വിരഹത്തെ, പ്രതീക്ഷയെ ഓരോ കവിതയിലും ചേച്ചിയുടെ ഏത് കവിത എടുത്താലും നമ്മളൊക്കെ ഒരു കവിത എഴുതി ചിലപ്പോൾ ഒരു നിരാശയിലൊക്കെ കൊണ്ടുവന്നിരിക്കും. പക്ഷെ എല്ലാ കവിതയുടെ അവസാനം ഒരു പ്രതീക്ഷയുടെ ഒരു നാമ്പുണ്ടായിരിക്കും. അത് തന്നെയാണ് ചേച്ചിയുടെ കവിതയുടെ പ്രത്യേകത. ആ പ്രത്യേകതയാണ് ആ കവിതകളിൽ വായിക്കാനും. ഇപ്പം ഫ്രണ്ട് ആയതിനു ശേഷമാണ് എനിക്ക് ചേച്ചിയുടെ കവിതകളൊക്കെ വായിക്കാൻ കഴിഞ്ഞത്. എങ്കിലും എൻ്റെ ഒരു സാഹിത്യ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് കൂടെ അംഗമായത് കാരണം ചേച്ചി എഴുതിയാൽ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുകയും അത് വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുകയും ചെയ്യും. അതാണ്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയോട് നമ്മൾ പറയുന്നത്, ചേച്ചി അത് നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ മോളെ അങ്ങനെ തന്നെ ചെയ്യാം. അതാണ് ഏറ്റവും വലിയൊരു മനസ്സ് എന്ന് പറയുന്നത്, തിരുത്താനുള്ള മനസ്സ്. അതും ചേച്ചിയുടെ ഒരു നല്ല സ്വഭാവമായി, നല്ലൊരു കാര്യമായി തന്നെ ഞാൻ എടുക്കുന്നു. എനിക്ക് ഈ പറഞ്ഞതുപോലെ തിരിച്ച് പെട്ടെന്ന് തന്നെ മലപ്പുറത്തേക്ക് പോകണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചത് ഈ അവസരം. പെട്ടെന്ന് കൂടുതലൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ കൂടുതൽ പറയുന്നതിന് ഞാൻ നിൽക്കുന്നില്ല. ഇനിയും ഒരുപാട് കവിതകൾ ആ തൂലികയിൽ പിറക്കട്ടെ. അത് വായിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നും ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ ചേച്ചിയുടെ പേരിൽ ഇറങ്ങട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കവയിത്രി കയ്യുമ്പോ കൊട്ടപ്പടി അത് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീമതി അനിത ജയരാജിൻ്റെ ഞാൻ നനയാൻ കൊതിച്ച മഴ. അവരെ ഈ അടുത്ത നാളിലാണ് പരിചയപ്പെടാൻ കഴിഞ്ഞത്. അതായത് ഈ ഓൺലൈൻ പരിപാടി ബന്ധപ്പെടാൻ കാരണം തന്നെ എനിക്ക് 4 മാസം മുന്നേ ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടായി. എന്നെ ഒരു ആദരിക്കൽ പരിപാടിയിൽ വെച്ചിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ എന്നെ ആദരിക്കുകയുണ്ടായി. ഇവിടെ എൻ്റെ കവിത ചൊല്ലാനിട വന്നു. അവിടെ നിന്നത് പിന്നെ ബിന്ദു മനോജ്, സിന്ധു ജയരാജ്, അനിത ജയരാജ്, ഇവിടെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പിരിയാൻ ഇട വന്നില്ല. അവരെ പുസ്തകത്തിൻ്റെ കൂടെയുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ. പിന്നെ അവരെ ഈ കവിതകൾ ഞാൻ കണ്ടിട്ടില്ല, ഫേസ്ബുക്കിൽ കൂടെ കണ്ടതല്ലാതെ. ഇപ്പോഴും ഞാൻ പുസ്തകം കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന്
ഒരു നിഴൽ പോലെ കണ്ടിട്ടേ ഉള്ളൂ. എന്തായാലും അവരെന്നെ ക്ഷണിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് മുന്നുള്ള ഒരു പരിചയം ഞങ്ങൾ ഈ ഒരു 4 മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അനുഭവിച്ചു തീർക്കും. ഒരു ബിന്ദു മനോജോടെ ഇരിക്കുന്നത് എൻ്റെ മുന്നിൽ. അവരാണ് എനിക്ക് സിന്ധു അനിത ജയരാജനെ പരിചയപ്പെടുത്തിയത്. മറക്കാനൊന്നും കഴിയില്ല, അത്രയ്ക്ക് ഞങ്ങൾ അടുത്ത് പോയി. ഇത്രയും വഴിയാതെ എൻ്റെ നാട് തൃശ്ശൂർ ജില്ല ഞങ്ങൾ കോട്ടപ്പടിയിലാണ്. ഞാൻ പിന്നെ അച്ചടി മാധ്യമങ്ങളിലൊക്കെ എഴുതുന്ന ഒരാളാണ്. ഇപ്പോൾ 2020 ജനുവരിയിൽ അവാർഡ് വാങ്ങിക്കൊടുത്തിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇരിപ്പായതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാതെ. പിന്നീട് ഒരു കവിയരങ്ങിൽ പങ്കെടുക്കാനായിട്ട് അനിതയുടെ പുസ്തക പ്രകാശത്തിനാണ് ഞാൻ പുറത്തിറങ്ങിയത്. അതൊരു വലിയൊരു സന്തോഷം എനിക്കുണ്ട്, അനിതയോട് കൂടുതലും. എന്തായാലും അനിത വിജയകരമായി വരട്ടെ. അനിതയുടെ പുസ്തകം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനിത വെറുതെ ഇരിക്കരുത്, തൂലിക ചലിച്ചുകൊണ്ട് ഇരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാവും. അത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റൂ. കൂടുതലൊന്നും എനിക്ക് പ്രസംഗിച്ച് ശീലമില്ല. എഴുത്തിൽ കൂടെ ഉള്ള ശീലമുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എഴുതി വളരട്ടെ. നമ്മൾ ഇന്ന് ഒരാൾ പറഞ്ഞു മുളച്ചിട്ടില്ല, മുളക്കണമെങ്കിൽ തലേ ദിവസം നനച്ച് കുതിരാൻ വെക്കണം. അതിന് അവർ കുതിരാൻ വെച്ചിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുക. തലേ ദിവസം കുതിരാൻ വെച്ചെങ്കിലേ പിറ്റന്നാൾക്ക് മുള വരുള്ളൂ. അപ്പൊ അതിനി അവർ തലേ ദിവസം മുളപ്പിക്കാനായി വെച്ചെങ്കിലേ പിറ്റന്നാൾക്ക് മുള വരും. അതിന് ഇനിയെങ്കിലും ശ്രമിക്കണം. അത് എന്ത് കാര്യം അങ്ങനെ വേണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ പിന്നത്തെ നമ്മൾക്ക് എഴുതണം എന്നുള്ള മനസ്സിൽ നമ്മൾക്കൊരു നമ്മൾക്കൊരു ആഗ്രഹം, ഒരു എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിൽ വളർത്തിയെടുത്തിട്ട് വേണം നമ്മൾക്ക് എഴുതാൻ. അല്ലെങ്കിൽ ചിലപ്പം നിമിത്തമായ 2 വരി 4 വരിയൊക്കെ നമ്മൾ എഴുതുന്നില്ലേ, അതുപോലെ ഇരിക്കും. ഒരു വലിയ കവിത അല്ലെങ്കിൽ വലിയ നോവൽ, വലിയ കഥകളൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലിട്ട് കൊണ്ട് നടക്കണം. എന്നാൽ അതുപോലെ കുറച്ചൊക്കെ മുളപ്പിക്കണമെങ്കിൽ അത് വിത്ത് പാകാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും ആശംസകൾ നേരുന്നു. ഞാൻ ആകാശവാണിയിൽ കയറുമ്പോൾ 10 വയസ്സാണ്. തൃശ്ശൂർ നിലയത്തിൽ ചെറുപ്പം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആൾക്ക് എന്നെ അറിയണമെന്ന് അറിയില്ല. കുറേ കാലം ആകാശവാണിയിൽ കഥകളും നാടകങ്ങളും കേട്ട് പ്രതികരണത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. കോട്ടയം പ്രസിദ്ധീകരണത്തിലൊക്കെ പൈസ മേടിച്ചിരുന്ന ആളാണ്, കത്തുകൾക്ക്. അങ്ങനെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ലോകപ്രസിദ്ധമായിട്ടുണ്ട് പ്രതികരണത്തിൽ. അങ്ങനെ ഈ കഴിയുമ്പോൾ കോട്ടപ്പടിയിലുള്ള ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന കാലം കൊണ്ട് ആ പേരങ്ങനെ കുറേ കാലം മാറുന്നു. എഴുത്തുണ്ടായിരുന്നു അപ്പോട്ടെ, ഗൾഫിലാകുമ്പോൾ എഴുതാലോ. ഇപ്പോൾ അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ എന്നെ അറിയോ എന്നൊരു ഇത്. ഞാനിപ്പോഴും എഴുത്ത് നിർത്തിയിട്ടില്ല. 15 സമാഹാരങ്ങൾ ഇറങ്ങി, ഇപ്പോഴും എഴുത്തുണ്ട്, നോവലിനൊക്കെ പൈസ ഉണ്ട്, ഒക്കെ ഉണ്ട്. സന്തോഷമുണ്ട്. എന്നെ പേര് പറഞ്ഞതിന്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൈമയെ ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. പുസ്തക പ്രകാശനം ഞാൻ കൂടുന്നത് ഇപ്പോൾ 4ാമത്തെയാണ്. മഞ്ജരി ബുക്സ് തുടങ്ങിയിട്ട് ഈ 14-ാം തീയതി വന്നപ്പോൾ 1 വർഷം തികഞ്ഞിരിക്കുകയാണ്.
അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രകാശനാണ് എഴുതിയത്. ഇത് 86ാമത്തെ പുസ്തകമാണ് നമ്മുടെ മഞ്ജു ലൂസിൻ്റെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് തന്നെ ഇപ്പോൾ പാലക്കാട് ഒരു പുസ്തകം കൂടിയുണ്ട്, ആതിര കൃഷ്ണയുടെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ ഇത്ര പുസ്തകം ചെയ്തതിൻ്റെ കാരണം അന്വേഷിച്ച പോലെ സ്നേഹസമ്പന്നരായ ആളുകൾ നമ്മളോട് വളരെ പ്രോത്സാഹനം കൂടിയോട്ടിരിക്കുന്നതാണ്. കയ്യുമ്പോട്ട് ചേച്ചി എന്നെ എനിക്കറിയില്ലായിരിക്കും, കാരണം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു ലൂസിനാണല്ലോ, അതുകൊണ്ട് എന്നെ വ്യക്തിപരമായിട്ട് അറിയില്ലായിരിക്കും. ഒരു കുള്ളൂരേട്ടനൊക്കെയാണെങ്കിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പോട്ട് പല പരിചയങ്ങളാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ മഞ്ജു ലൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജു ലൂസിന് മാജിക് വേസ് എന്നൊരു മാസിക കൂടിയുണ്ട്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പലരും എല്ലാവരും തന്നെ എഴുത്തുകാരാണെങ്കിൽ മാസികയിലേക്കും കൂടി എഴുത്തുകളയക്കാൻ കൂടി ഞാൻ ഇതിനൊപ്പം തന്നെ പറയുന്നു. പാലക്കാട് പോകാനുള്ളതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അതിനേക്കും പുസ്തകത്തിന് എല്ലാവരും ആശംസകൾ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും 2 വാക്ക് സംസാരിക്കണമെങ്കിൽ ഈ അവസരം ഉപയോഗിക്കാം. അനിവാര്യമായതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശംസ അർപ്പിക്കണമെങ്കിൽ നമസ്കാരം. സന്തോഷകരമായ ഒരു സന്ദർഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വളരെ പ്രഗത്ഭരായ ഈ സദസ്സിലെ പ്രഗത്ഭമായ ഭാഷണങ്ങൾക്ക് ശേഷം കൂടുതലൊന്നും പറയുന്നത് അഭികാമ്യമല്ല എന്ന് ഞാൻ കരുതുന്നു. ഒരേ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് ഞാൻ നനയാൻ കൊതിച്ചൊരു മഴ. എനിക്ക് തോന്നുന്നു അത് വ്യക്തിപരമായിട്ട് പറയേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇരിക്കുന്നവരൊക്കെ ആ കവിതയുടെ ചാറ്റൽ മഴ കൊള്ളാൻ ഇരിക്കുന്നവരൊക്കെ തന്നെയാണ്. ആ കവിത വായിച്ച് നനയാനാണ് എനിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ആ കവിതയുടെ മഴയിൽ നനഞ്ഞ് കുളിരാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അനിത മേഡം, ഞങ്ങൾ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അനിത മേഡം ആരോഗ്യവകുപ്പിൽ റിട്ടയർ ചെയ്തുവന്ന വ്യക്തിയാണ്. ഞാനൊരു സർവീസിലുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പരിചയമുണ്ട്. പക്ഷേ ഇങ്ങനൊരു കവിതാ സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യുന്നു എന്ന് ഇന്ന് രാവിലെയാണ് വളരെ സന്തോഷം തോന്നി. രത്നാകരൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അനിത മേഡത്തിൻ്റെ ഈ കവിതാ സമാഹാരത്തിൽ നിന്നും ഒരു കവിത അപ്പോൾ എത്ര കണ്ട് ഭംഗിയായി ചൊല്ലാൻ എനിക്ക് കഴിയും എന്നറിയില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഈ കവിതയുമായി എനിക്ക് പറഞ്ഞത്. മറഞ്ഞ വഴികളിൽ നിറഞ്ഞിരുന്നു നിറഞ്ഞ വഴികളിൽ മറിഞ്ഞിരുന്നു ഞാൻ. ഏതേതു ജന്മങ്ങളിൽ നീ എൻ്റെ താരപ്പ
ചാരത്തായുണ്ടായിരുന്ന പോലെ ഏതേതോ ജന്മങ്ങളിൽ നീ എൻ്റെ ചാരത്തായുണ്ടായിരുന്ന പോലെ നീ എൻ്റെ ഉള്ളിലോരാഗതാളം കിടത്തി സ്വരവർണ്ണത്തിയായി നിറഞ്ഞു ദീപാംശമായി നിറയുന്ന വാക്കുകൾ മനസാലോ മണിച്ചെത്രമാക്കും ഓർത്തരാം പ്രതലത്തെ മുത്താക്കി മാറ്റിയും ഓർത്തെടുത്താരോ മാല കോർത്തും എത്ര ധന്യമീ കരാകുലികൾ കവിത കുഞ്ഞേ എന്ന തൂലികയോ ഓടിരുന്നു വെറുത്ത പ്രതലത്തിലോരോ കറുത്ത പുഷ്പമായത് വിരിയുമ്പോൾ ആവാച്യമായൊരു അനുഭൂതി എന്നിൽ നിറയുന്നു ഓരോ പുഷ്പവും പൂച്ചെണ്ടുകളായി അത് ചുരിഞ്ഞു നിൽക്കുമ്പോൾ കാവ്യഹൃദയമുള്ളവൻ നിന്നുടെ കാമുകനായി മാറുന്നതിൽ എന്താണ് വിഷയം കവിതയിൽ? ഞാനെല്ലാം വിചാരിക്കുന്നു. നമ്മുടെ യോഗത്തിൻ്റെ അവസാന വാർത്തയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കവയത്രിയ അന്താചാര്യ നമ്മളെ അഭിസംബോധന ചെയ്യുന്നു. അതിനുവേണ്ടി അതുപോലെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും എല്ലായിടത്തും ഇരിക്കുന്ന എല്ലാവരോടും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രത്യേകിച്ച് നന്ദി പറയുന്നതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് പിന്നിൽ രണ്ട് വാക്ക് പറയുന്നത്. ഇപ്പോൾ വിസമാഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കവിതയിലേക്ക് വന്നതിനെ കുറിച്ച്. കവിത അല്ലെങ്കിലും ഞാൻ ചെറുതിലെ എഴുതിയിരുന്നു. പക്ഷെ എഴുതിയിരുന്നതൊന്നും എനിക്ക് വീട്ടുകാരെ കാണിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കും. കുറേ കാലം കഴിയുമ്പോൾ അതിങ്ങനെ ഉദരിച്ച് കിട്ടുന്ന ഒരു സിസ്റ്റമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ വായിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബുക്ക് കൈ കെട്ടി അത് വായിച്ച് തീർത്തിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം പോലും കഴിക്കുള്ളൂ. അങ്ങനെ ഇരുന്ന് വായിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ജോലി കുടുംബമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടുപോയി. പിന്നെ എനിക്ക് വായനയോട് വലിയ താല്പര്യം എന്ന് വെച്ചാൽ എനിക്കിതാണ് ബുക്ക് കിട്ടിയാൽ വായിച്ചു തീർക്കണം. കുടുംബത്തിൻ്റെ ഇടയിൽ നമുക്ക് വായിച്ചാൽ പകുതിയാകുമ്പോൾ നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വായനയെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇപ്പോൾ അന്ന് വായിച്ച, അതായത് ഞാനൊരു പ്രീ ഡിഗ്രി കാലം വരെയുള്ള വായന കൊണ്ട് മാത്രമുള്ള എഴുത്താണ് ഞാനിപ്പോൾ എഴുതുന്നത്. ഇപ്പോൾ എനിക്ക് വായിക്കാൻ ഇതുവരെ സമയമില്ല. കാരണം കൊറോണ ആയിരുന്നപ്പോഴത്തേക്ക് വായിക്കാൻ സമയമുണ്ടെങ്കിലും പുറത്ത് പോയി ബുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എല്ലായിടും ലോക്ക്ഡൗൺ ആയിരുന്നു. അതിനുശേഷം പോകണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ എഴുത്തിലേക്ക് തിരിഞ്ഞിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ തന്നെ അപ്പോൾ എഴുതണം എന്നുള്ളൊരു ചിന്താഗതിയുള്ളൂ. പിന്നെ വീട്ടിൽ പണി കൂടെയപ്പോഴത്തേക്ക് എഴുത്തിൽ മാത്രമാണ്. ഇനി അത് വായനയ്ക്ക് കുറച്ച് സമയം കൂടുതലെടുക്കണം. കാരണം വായിച്ചാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ രീതിയിലേക്ക് നമ്മൾ
10 കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പിന്നെ ഞാൻ കൂടുതൽ വായനയിലേക്ക് വരുന്നത്. ബുക്ക് എടുക്കാനും വായിക്കാനും തുടങ്ങി. അപ്പോഴും ഒരു ബുക്ക് ഒരു ദിവസം വായിച്ചിട്ട് കൊടുക്കുന്ന ആളായിരുന്നു. ഒരു ബുക്ക് എടുത്താൽ അന്ന് തന്നെ വായിച്ച് തീർക്കും, പിറ്റേന്ന് കൊടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം അന്ന് വായിച്ച പദസമ്പത്ത് മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളൂ. ഞാൻ എഴുതിയ കവിതകളിൽ ലളിതമാണെന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. കാരണം ഞാൻ പിന്നെ വേറെ ബുക്ക് റെഫർ ചെയ്തൊന്നും എഴുതാനിരിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ അങ്ങനെ തന്നെ എഴുതി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ഞാൻ എന്നെക്കുറിച്ച് പറയാൻ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും നന്ദി പറയണം. ആദ്യമായിട്ട് പ്രാർത്ഥന ചൊല്ലിയ ശ്രീദേവി ഇപ്പോൾ ഇല്ല. ശ്രീദേവി ഞാൻ എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ രത്നാകരൻ ഗ്രാമീണ വായനശാല, രത്നാകരൻ എൻ്റെയും നിങ്ങളുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. അടുത്തത് അധ്യക്ഷൻ ശ്രീ മുരളി മാഷിച്ചതാണ്. അധ്യക്ഷന് എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞു. അടുത്തത് പുസ്തക പരിചയം നടത്തിയ മുരളി ഭാസ്കർ, തൃശ്ശൂർ റേഡിയോ നിലയത്തിലുള്ള ആളാണ്. ആള് കവിത എൻ്റെ അടുത്ത് വന്ന് ബുക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി ആ കവിതയെക്കുറിച്ച് പഠിച്ചാണ് നിങ്ങളടുത്ത് കവിതയൊക്കെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിനും നിങ്ങളുടെയും എൻ്റെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞു. അടുത്തത് പുസ്തക പ്രകാശനം നടത്തിയത് നമ്മുടെ കുടൂർ വിൽസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കവികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും അറിയുന്ന ആളാണ് കുടൂർ വിൽസൺ. വളരെ ഫേമസ് ആണ്. ഒത്തിരി ബുക്കുകളുടെ ഓഥറാണ്. ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ അധികം അദ്ദേഹത്തിന് ബുക്കൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ FB എഴുതുന്ന കാരണം FB വരെ കവിത വരുന്നത് വായിക്കും. പിന്നെ ഗ്രൂപ്പുകളിൽ ഇഷ്ടംപോലെ കവിതയുണ്ട്. ഒരു ദിവസം രാവിലെ മൊബൈൽ തുറക്കുമ്പോൾ തന്നെ 800-1000 മെസ്സേജസാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ കുറേ എണ്ണം കവിതാ ഗ്രൂപ്പുകളിലുള്ളത്. അപ്പോൾ വായിച്ച് തീർക്കാനുള്ള സമയം പോലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് എല്ലാ കവിതയോടും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് മറ്റൊരു ബുക്കിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അധികം ബുക്ക് വായിക്കാറില്ല. അപ്പോൾ അദ്ദേഹം ഫേമസായ കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ പുസ്തകം സ്വീകരിച്ചത് ബിന്ദു പി വി. ബിന്ദുവിൻ്റെ വീട് മലപ്പുറത്താണ്. എൻ്റെ FB ഫ്രണ്ടാണ്. എന്നോടുള്ള സൗഹൃദം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് പുസ്തകം സ്വീകരിച്ചത്. അപ്പോൾ ആൾ ഇവിടെ നിന്ന് വേദി വിട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഇവിടെ എനിക്ക് ആശംസ അറിയിച്ചുകൊണ്ടുവരുന്നതാണ് നന്ദി പറയാനുള്ളത്. ആദ്യമായിട്ട് ശോഭന ഗോപിനാഥ്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ആളിന് ഞാൻ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ടോ. അടുത്തത് യദുകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടില്ല, എന്നാലും ഞാൻ യദുകൃഷ്ണനും നന്ദി പറയുന്നത്. പിന്നുള്ളത് കയ്യുമ്പോ കൊണ്ടുപിടി. കയ്യുമ്പോ ഇവിടെ നിങ്ങളോട് സംസാരിച്ചായിരുന്നു. കയ്യുമ്പോ എൻ്റെ FB ഫ്രണ്ട് തന്നെയാണ്. ഇപ്പോൾ കവിത ഗ്രൂപ്പിലേക്ക് കാണുന്നുണ്ട്, FBയിലും കാണുന്നുണ്ട്. അപ്പോൾ കഴിയുമ്പോഴും ഞാൻ എൻ്റെ പേരിലും ഇവിടെ വിളിക്കുന്ന ഓരോരുത്തരും പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തത് ജോഷി പാർമെമ്പറാണ്. ആള് ഇവിടുന്ന് പോയെങ്കിലും ആള് ഇത്രയും നേരം നമ്മുടെ ചടങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പരിപാടികളും ആശംസകളും ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹത്തിനും ഞാൻ എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ സജിത്ത് ഉണ്ടായിരുന്നു. സജിത്തിന് വരാൻ പറ്റില്ല. സജിത്തിന് ട്രെയിനിങ് ആണ്, വരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് പൈമയാണ്. പൈമ പ്രദീപാണ് മഞ്ചേരി ബുക്സിൻ്റെ ഓർഡർ. അപ്പം ആളിന് ഞാൻ എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമുക്കിവിടെ ഇന്ന് ദീപിനി മാഷിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപിനി മാഷിൻ്റെ പുസ്തകം ഇനിയാണ് പ്രകാശനം ചെയ്തതേ ഉള്ളൂ. പക്ഷെ ആ കൂട്ടത്തിൽ വന്ന ഒരാൾ കോവിഡ് പോസിറ്റീവായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഇന്നലെയാണ് അത് വിളിച്ചെന്നോട് വൈകിട്ടാണ് പറയുന്നത് ഇങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ ഞാനും പറഞ്ഞ് അങ്ങനെ വേണ്ട, കാരണം പുള്ളിക്ക് കോവിഡ് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഈ ചടങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് വരുന്നവർക്കും ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഓരോരുത്തരും അതിൻ്റെ ക്വാറന്റൈനിൽ പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്നാൽ മാഷിനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും വിൽസൺ മാഷ് ഉണ്ടായിരുന്നു. രണ്ടുപേരും പ്രമുഖരാണ്. ദീപിനി മാഷും വിൽസൺ മാഷും പ്രമുഖരാണ്. അപ്പോൾ മാഷിനെ ഞാൻ ഏൽപ്പിച്ചു. അപ്പോൾ മാഷിനെ ഒരു മൊമെൻ്റ് കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് വിൽസൺ മാഷ്. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും നന്ദി. വീണ്ടും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരും നന്ദി. നമസ്കാരം. മാസ്ക്
ഫോട്ടോ നല്ല രസമായിട്ട് കളർ കോമ്പിനേഷൻ അല്ലേ? എല്ലാ കളറും അല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഒരു ഗോൾഡ് അങ്ങനെയൊക്കെ മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്ത ആർക്കെങ്കിലും താങ്ക് യു.